മഴക്കെടുതിയിൽ വലഞ്ഞിരിക്കുന്നു ഉത്തരേന്ത്യ എന്നുള്ള വാർത്ത കൂടി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അസം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമാണ്. ഹിമാചൽ, ഉത്തരാഖണ്ഡ്, സിക്കിം സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ സിർമൂർ ജില്ലയിലെ നഹാനിൽ റോഡ് തകർന്നു. മഴക്കെടുതിയിൽ ഇന്നലെ മാത്രം രാജ്യത്ത് 10 മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബൽ, ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ മഴക്കെടുതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്നതാണ്. മഹാരാഷ്ട്രയിലും ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്കും ഈ മഴക്കെടുതികൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണോ? എന്താണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്? അവിടെയൊക്കെ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണോ? സ്മൃതി, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് സിക്കിം, ത്രിപുര അടക്കമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴയ്ക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ത്രിപുരയിലേക്ക് വലിയ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായതാണ്. 11,000 ആളുകളാണ് ത്രിപുരയിൽ മാത്രം മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സിക്കിമിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ അടക്കം ഉണ്ടായിരുന്നു. അരുണാചൽ പ്രദേശിലും സാഹചര്യം വ്യത്യസ്തമല്ല. എന്താണെങ്കിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ് മഴ ഇനി നീങ്ങാൻ പോകുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ദില്ലിയിലും ഒപ്പം പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള ഇടങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും രാവിലെ മഴയുടെ പ്രതീതി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്നലെയും മഴ മുന്നറിയിപ്പ് ഉണ്ടായത്, പക്ഷേ മഴ പെയ്യാത്ത സാഹചര്യം എന്താണെങ്കിൽ ദില്ലിയിൽ ഉണ്ടായത് വലിയ ആശ്വാസമായി എന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്യുന്ന മഴയൊക്കെ വലിയ വെള്ളക്കെട്ട് പലയിടത്തും ഉണ്ടാക്കിയിരുന്നു. ചില മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെയും ഇന്നും ഇപ്പോൾ മഴ വിട്ടു നിൽക്കുന്ന ദില്ലിക്ക് ആശ്വാസമാണ്. മഹാരാഷ്ട്ര, അതോടൊപ്പം ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ മഴക്കെടുതി ഇപ്പോഴും പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് സൂറത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഗുജറാത്തിലെ സൂറത്തിൽ ഉണ്ടായത്. സൂറത്തിൽ 24 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. മൊത്തം രാജ്യത്ത് ഇന്നലെ മഴക്കെടുതിയിൽ 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും മഹാരാഷ്ട്രയിലും സാഹചര്യം അങ്ങ് റെഡിയായി വരുന്നുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ ഈ വെള്ളം കയറിയിടങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയെന്ന് ചെറിയ ആശ്വാസമായി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പശ്ചിമ ബംഗാൾ ചില ഭാഗങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പുണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശിലാണ് മഴ വലിയ മണ്ണിടിച്ചിലടക്കം കാരണമായിരിക്കുന്നത്. ഈ 2 സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ മാത്രം 118 റോഡുകൾ അടച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹിമാചൽ പ്രദേശിലും ഏറെക്കുറെ 50ഓളം റോഡുകൾ അടഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഹിമാചൽ പ്രദേശിൽ ചിലയിടത്തൊക്കെ പ്രത്യേകിച്ച് മണ്ണിടിച്ചിലുണ്ടായതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നു. പ്രത്യേകിച്ച് പല ജില്ലകളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായ മഴയും മണ്ണിടിച്ചിലും ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണെങ്കിൽ ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ പല മേഖലകൾ, പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ചില മേഖലകളുണ്ട്. അവിടെയൊക്കെ മണ്ണിടിക്കുകയും റോഡുകൾ, അതായത് സിർമൂർ ജില്ലയിലെ നഹാനിലടക്കം റോഡുകൾ ഇടിഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 5ഓളം വീടുകൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചു. അങ്ങനെ പലയിടത്തും മണ്ണിടിച്ചിൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും വരും മണിക്കൂറുകളിലും ഈ പറഞ്ഞ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. ദില്ലിയിലൊക്കെ മുന്നറിയിപ്പുണ്ടെങ്കിൽ പോലും ഒരു മഴയുടെ പ്രതീതി എന്താണ് ദില്ലിയിൽ കാണാൻ കഴിയുന്നില്ല. വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അത് ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കും. സ്മൃതി, ശരി, നോബിളാണ് വിവരങ്ങൾ നൽകിയത്.